ഐക്യു എന്ന ബ്രാൻഡ് ഇപ്പോൾ അത്യാവശ്യം ഫേമസ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു വൺ പ്ലസിൻ്റെ രീതി തന്നെയാണ്. അതായത് വൺ പ്ലസ് ആദ്യം വന്നപ്പോൾ വൺ പ്ലസിൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺസിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് ഒരുപാട് കൂടുതലായിരിക്കത്തില്ല, പക്ഷെ നമുക്ക് അത്യാവശ്യമുള്ള എല്ലാ ഫീച്ചേഴ്സും നല്ലോണം തരുകയും ചെയ്യും. അതായത് ഒരു ഫ്ലാഗ്ഷിപ്പ് കില്ലർ എന്നാണ് അവർ ഫോൺസിനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതും അങ്ങനത്തെ ഒരു രീതി ഇപ്പോൾ കാണാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ് ഐക്യു. അതും IQOO 7 ലെജൻഡ് എന്ന് പറയുന്ന ഫോൺ ഇതിൻ്റെ പ്രൈസിംഗ് വെച്ച് നോക്കുവാണെങ്കിൽ ഒരുപാട് നല്ല ഫീച്ചേഴ്സാണ് ഇതിനകത്ത് കിട്ടിയേക്കുന്നത്. പ്രത്യേകിച്ചും ഇതിൻ്റെ പ്രൊസസ്സറാണ് എടുത്ത് പറയേണ്ടത്. സ്നാപ്ഡ്രാഗൻ്റെ 888 ആണ് വന്നിരിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ ഫ്ലാഗ്ഷിപ്പ് പ്രൊസസ്സറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അത് എനിക്ക് ഇതിനകത്ത് ഈ ഫോൺ ഉപയോഗിച്ചതിന് ശേഷം തോന്നിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൈസിങ്ങിന് നല്ല വേർത്തായ ഒരു ഓപ്ഷനാണ് IQOO 7 ലെജൻഡ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഫോണിൻ്റെ പ്രൈസിങ് നോക്കുവാണെങ്കിൽ ഈ ഫോണിന് 2 വേരിയൻ്റാണ് വരുന്നത്. അതിനകത്ത് ഞാൻ ടെസ്റ്റ് ചെയ്തത് ഏറ്റവും ബേസ് വേരിയൻ്റ് ആണ്. അതും ആ ബേസ് വേരിയൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് 40,000 ഇന്ത്യൻ റുപ്പീസ് ആണ്. പിന്നെ അത് കഴിഞ്ഞൊരു ടോപ്പ് വേരിയൻ്റ് വരുന്നുണ്ട്. അതിനകത്ത് 12 GB റാമും 256 GB സ്റ്റോറേജൊക്കെ വരുന്ന വേരിയൻ്റ് ആണ്. അതിൻ്റെ പ്രൈസിങ് 44,000 ആണ്. അപ്പോൾ ഈ ഒരു പ്രൈസിങ് എടുക്കാൻ നേരത്ത് OnePlus 9R വന്നേക്കുന്ന പ്രൈസിംഗ് ആണ്. പക്ഷേ OnePlus 9R കാട്ടിയും ഒരുപാട് ബെറ്റർ ഒരു ഫോൺ തന്നെയാണ് ഈ IQOO 7 ലെജൻഡ്. അതും ഈ ഫോൺ ടെസ്റ്റ് ചെയ്തതിന് ശേഷം എനിക്ക് ഈ ഫോണിനകത്ത് ഒരു കാര്യമാണ് ഈ പ്രൈസിങ്ങിന് പോരായ്മയായിട്ട് തോന്നിയത്. അതും ആ പോരായ്മ എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പാണ്. ഇതിനകത്ത് വന്നേക്കുന്ന ബാറ്ററി സൈസ് 4000 mAh ആണ്. അപ്പോൾ അത്യാവശ്യം വലിയൊരു ബാറ്ററിയാണ്. പക്ഷേ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് കൂടുതലായതുകൊണ്ടും ഒരുപാട് പവർ എടുക്കുന്ന രീതിയിലുള്ള ഫോൺ ആയതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയ ബാറ്ററി ബാക്കപ്പ് നല്ല മോശമായിരുന്നു. അതായത് ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇപ്പോൾ നമ്മൾ സെറ്റിംഗ്സ് എല്ലാം മാക്സ് ചെയ്ത് വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ ഇവിടുത്തെ റിഫ്രഷ് റേറ്റ് ഒക്കെ മാക്സിമം ലെവലിൽ വെച്ചിട്ട് അതിനൊക്കെ ബ്രൈറ്റ്നസ് ലെവൽ എപ്പോഴും 50ക്ക് മുകളിലൊക്കെ വെച്ച് ഉപയോഗിച്ചപ്പം എനിക്ക് കിട്ടിയ സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയുന്നത് ഒരു 4.5 മണിക്കൂർ റേഞ്ചിലാണ്. അപ്പോൾ നല്ല കുറവായിരുന്നു. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഹെവിയായ ടാസ്ക് ചെയ്യുമ്പം ഒരു 2 മിനിറ്റ് ഇപ്പോൾ ഗെയിം കളിക്കുവാണെങ്കിൽ തന്നെ 1% ബാറ്ററി ഡ്രോപ്പ് കാണാൻ വരുന്നുണ്ടായിരുന്നു. അത് ഇങ്ങനത്തെ രീതിയിൽ ബാറ്ററി ഡ്രോപ്പ് വരുന്നതിൻ്റെ കാരണം ഞാൻ മുമ്പേ പറഞ്ഞ കണക്കാണ്. നമ്മൾ സെറ്റിംഗ്സ് എല്ലാം പീക്ക് സ്റ്റേറ്റ് വെച്ച് അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെ വരേണ്ടതാണ്. കാരണം വെച്ചാൽ ഇതിനകത്ത് ഞാൻ പറയില്ലേ, പ്രൊസസ്സർ നോക്കിയാലോ അല്ലെങ്കിൽ റിഫ്രഷ് റേറ്റ് നോക്കിയാലോ അങ്ങനത്തെ എന്ത് കാര്യങ്ങൾ എടുത്താലോ എല്ലാം നല്ല മികച്ച രീതിയിൽ കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള സെറ്റിംഗ് വെച്ച് ഉപയോഗിക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ് ഞാൻ പറയുന്നത്. അതായത് ഒരു ഹെവി യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പ് നല്ല മോശമായിട്ട് തോന്നും. പക്ഷേ ഈ ബാറ്ററി ബാക്കപ്പ് മോശമാണെങ്കിൽ പോലും ഇവിടെ IQOO ചെയ്തേക്കുന്ന നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഫോണിൻ്റെ കൂടെ ഒരു 66 വാട്ട് ചാർജർ തരുന്നുണ്ട്. അപ്പോൾ 66 വാട്ട് ചാർജർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് ചാർജ് ചെയ്യുമ്പോൾ തന്നെ ഒരു 40% ബാറ്ററിയൊക്കെ ചാർജായി കിട്ടും. അത് നമുക്ക് ഇത്രയും സ്പീഡിലുള്ള ചാർജിങ് വരുന്ന ഒരു ഗുണമുള്ള കാര്യമാണ്. പക്ഷേ എന്നാലും നമുക്ക് ഈ ചാർജർ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സമയമാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന് ബാറ്ററി ചാർജ് എടുക്കാൻ പറ്റൂ. ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഒരു സമയമൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനെ ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. അത് പവർ ബാങ്കിൽ കണക്ട് ചെയ്ത് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ സ്ലോ ചാർജിങ് തന്നെയായിരിക്കും. പിന്നെ വയർലെസ് ചാർജിങ് സപ്പോർട്ടൊന്നും ഈ ഫോണിൽ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്ററി ബാക്കപ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഈ ഫോണിൻ്റെ ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് തന്നെയാണ്. പക്ഷേ അത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഫോണിനകത്ത് ഈ പ്രൈസിങ്ങിന് ഏറ്റവും ബെസ്റ്റ് തന്നെയാണ്. അതിനകത്ത് ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഫോണിൻ്റെ ഡിസൈനാണ്. ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് നല്ല അട്രാക്റ്റീവ് ആയ ഡിസൈനാണ്. അതായത് നമുക്ക് ബാർ ടൈപ്പ് ഫോൺ തന്നെ ആണെങ്കിൽ പോലും ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഈ കളറും അതേണക്ക് തന്നെ ഈ പാറ്റേണും ഇതെല്ലാം നല്ല എടുത്ത് നിൽക്കുന്ന രീതിയാണ്. അതിവിടെ IQOO പറയുന്നത് ഇതൊരു ലെജൻഡറി ട്രാക്ക് ഡിസൈൻ ആണെന്നാണ്. അതായത് ഒരു റേസിംഗ് സ്റ്റൈൽ കണക്കാണ്. അതിവിടെ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഇവിടെ 3 സ്ട്രൈപ്പ് പോയേക്കുന്നതെന്ന് പറയുന്നത് തന്നെ ഒരു റേസിംഗ് തീം കണക്കാണ്. അതായത് നമുക്കൊരു BMW ടച്ചിൻ്റെ രീതിയിലാണ് അവർ പറഞ്ഞേക്കുന്നത്. അത് ഈ ഫോണിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഈ വൈറ്റ് കളർ തന്നെ ഈ ബാക്കിയുള്ള ഡിസൈൻ കാര്യങ്ങളെല്ലാം നല്ല ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുന്ന രീതിയിലാണ് വന്നേക്കുന്നത്. പിന്നെ ഇവിടുത്തെ പവർ ബട്ടണിന് പോലും ഒരു കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. അതായത് ഈ ഡിസൈൻ എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ തന്നെയാണ്. അത് ഈ ഡിസൈൻ്റെ മാത്രമല്ല ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഫോൺ എന്ന് പറയുന്നത് നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള ഫോണാണ്. നമുക്ക് മെറ്റൽ ഫ്രെയിമും പിന്നെ ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസ് ആണ് വരുന്നത്. അതും ഇവിടെ എങ്ങനെ നോക്കിയാൽ തന്നെ നമുക്ക് ഇതിനകത്ത് ഒരു പ്രശ്നമില്ല. അതായത് നമുക്കിവിടെ ഗ്യാപ്പോ അല്ലെങ്കിൽ ഫോൺ വളയുന്ന കാര്യങ്ങളോ അങ്ങനെ ഒന്നും കാണാൻ പറ്റത്തില്ല. അതിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല വലിയൊരു ഫോൺ തന്നെയാണ്. അതായത് കനം നോക്കിയാലോ അല്ലെങ്കിൽ വലിപ്പവും വീതി എന്ത് നോക്കിയാലും അത്യാവശ്യം വലിയൊരു ഫോണാണ്. പിന്നെ വെയിറ്റ് എടുക്കുമ്പോൾ തന്നെ 209 grams ആണ് വെയിറ്റ് വന്നേക്കുന്നത്. അത് ഈ വെയിറ്റ് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുകയും ചെയ്യും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോൺ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് 2 കൈ കൊണ്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. പക്ഷേ എന്നാൽ പോലും ഇവിടുത്തെ വെയിറ്റ് ബാലൻസും അങ്ങനത്തെ കാര്യങ്ങൾ കറക്റ്റായിട്ട് വന്നേക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് വേറെ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ലായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമുക്കിവിടെ വേറെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റുന്നത് ഇവിടുത്തെ ഡിസൈനകത്ത് ഈ ബാക്ക് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ കേർവ്ഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വന്നേക്കുന്നത് നമ്മൾ കൈ പിടിക്കാൻ നേരത്തെ ഒരു കംഫർട്ടും കിട്ടുന്നുണ്ട്. അതായത് ഇതിൻ്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയും ഏറ്റവും ബെസ്റ്റായിട്ട് വന്നേക്കുവാണ്. ഈ ഒരു പ്രൈസ് പോയിന്റിനകത്ത് നമുക്ക് കുറ്റമൊന്നും പറയാനില്ല. നിങ്ങൾക്ക് വലിയ ഫോൺസ് ഇഷ്ടമാണെങ്കിൽ, വലിയ ഫോം ഫാക്ടറുള്ള ഫോൺസിനകത്ത് പ്രശ്നമില്ലെങ്കിൽ എന്തായാലും ഈ IQOO 7 ലെജൻഡിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതിനൊക്കെ തന്നെ ഈ ഫോം ഫാക്ടറിനകത്ത് നിങ്ങൾക്ക് പ്രശ്നം വരുത്തില്ല. അത് നമ്മൾ ഈ ഫോണിൻ്റെ ഡിസൈൻ കണ്ട സ്ഥിതിക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സംശയം കാണും, ഈ ഫോൺ ഇപ്പോൾ ഇറങ്ങിയിട്ട് 2 മാസമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡ്യൂറബിലിറ്റിയുടെ കാര്യത്തിനകത്ത് ആ ഒരു രീതി പറയുവാണെങ്കിൽ, അതായത് ഇപ്പോൾ ബട്ടൺ ക്വാളിറ്റിയുടെ കാര്യം പറയുവാണെങ്കിൽ ബട്ടൺ ക്വാളിറ്റിക്കകത്ത് ഇപ്പോഴായാൽ പോലും നല്ല ഫീഡ്ബാക്ക് ഉണ്ട്. നല്ല ഫീലുള്ള ബട്ടൺ തന്നെയാണ്. അതായത് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ആ മെറ്റൽ നല്ലോണം തന്നെ ക്ലിക്ക് ആവുന്ന കാര്യങ്ങൾ അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ പോർട്ടിൻ്റെ കാര്യം നോക്കാൻ നേരത്ത് ഹെഡ്ഫോൺ ജാക്ക് ഇല്ല. അതായത് നമുക്കൊരൊറ്റ പോർട്ടേ വരുന്നുള്ളൂ. അത് USB-C ചാർജിങ് പോർട്ടാണ്. ആ പോർട്ടിനകത്ത് ഇതുവരെ കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൈസ് പോയിന്റിനകത്ത് ചില ഫോൺസിനൊക്കെ, അതായത് നമ്മൾ ഐഫോണൊക്കെ എടുക്കാൻ നേരത്ത് iPhone 10R അല്ലെങ്കിൽ iPhone SE ഒക്കെ നോക്കാൻ നേരത്ത്, SE2 ഒക്കെ നോക്കാൻ നേരത്ത് അതിനകത്തൊക്കെ ഒരു IP റേറ്റിംഗ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ റേറ്റിംഗിനകത്തില്ല. അതായത് ഈ ഫോണിനകത്ത് വാട്ടർ റെസിസ്റ്റൻസ് ഒഫീഷ്യലി വരുന്നില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. പക്ഷേ എന്നാലും ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഈ പ്രൈസ് പോയിന്റിന്
നല്ലൊരു കാര്യമാണ്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഫീച്ചർ തന്നെയാണ്. പിന്നെ അതേ കണക്ക് തന്നെ അടുത്തൊരു ബെസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഡിസ്പ്ലേ ആണ്. അത് ഈ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു മികച്ച ഡിസ്പ്ലേ തന്നെയാണ്. അതായത് നമ്മളൊരു 50,000 വരുന്ന ആൻഡ്രോയിഡ് ഫോണായ OnePlus 9 ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനൊപ്പം നിൽക്കുന്നത്, അല്ലെങ്കിൽ അതിനെക്കാട്ടിയും കുറച്ചും കൂടെ മികച്ച ഡിസ്പ്ലേ ആയിട്ട് എനിക്ക് തോന്നിയ ഒരെണ്ണമാണ് ഈ IQOO 7 ലെജൻഡിനകത്ത് കിട്ടിയേക്കുന്നത്. ഇതൊരു 6.62 ഇഞ്ച് ഡിസ്പ്ലേ ആണ്, നല്ല വലിയൊരു ഡിസ്പ്ലേ ആണ്. പിന്നെ അത് മാത്രമല്ല ഇതൊരു ഫുൾ HD പാനലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പിക്സൽ ഡെൻസിറ്റി 394 ppi ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഷാർപ്പായിട്ട് നിൽക്കുന്ന ഒരു ഡിസ്പ്ലേ ആണ്. പിന്നെ ഇതിനകത്ത് ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് 120 ഹെർട്സും, പിന്നെ ഈ ഡിസ്പ്ലേക്കകത്ത് HDR10+ സപ്പോർട്ടും, അതേപോലെ തന്നെ പീക്ക് ബ്രൈറ്റ്നസ് ലെവൽ നോക്കുകയാണെങ്കിൽ 1300 നിറ്റ്സ് വരെ എത്താനും പറ്റുന്നുണ്ട്. അതായത് ടോപ്പ് സ്പെസിഫിക്കേഷനുള്ള ഡിസ്പ്ലേ ആണ് ഈ IQOO 7 ലെജൻഡ് വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ തന്നെയാണ്. അതായത് നമുക്കിവിടെ വ്യൂയിങ് ആംഗിൾസിനകത്ത് ഇഷ്യൂസ് ഇല്ല, ഒരു ഗ്രീൻ ടിൻ്റ് എഫക്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണാനില്ലായിരുന്നു. നല്ല ക്വാളിറ്റിയുള്ള പാനൽ തന്നെയാണ് ഈ IQOO 7 ലെജൻഡിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് വീഡിയോ കാണുകയോ അല്ലെങ്കിൽ ഗെയിം കളിക്കുന്ന കാര്യങ്ങളോ അങ്ങനത്തേക്ക് ഒരുപാടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ അങ്ങനത്തെ കാര്യത്തിനൊക്കെ ഒരു പെർഫെക്റ്റ് ഡിസ്പ്ലേ ആണ്. പിന്നെ അതിൻ്റെ കൂടെ നമുക്കിവിടെ ഓഡിയോ എക്സ്പീരിയൻസും IQOO നല്ലോണം തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഓഡിയോ എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഡ്യുവൽ സ്പീക്കർ സെറ്റപ്പാണ് ഈ ഫോണിൽ വരുന്നത്. ഈ താഴെ കാണുന്ന ഗ്രില്ലും പിന്നെ അതിനൊക്കെ നമ്മുടെ ഇയർ പീസും സ്പീക്കറാണ്. അതും ഇതിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ലൗഡ്നെസ് ലെവലിനകത്ത് നിങ്ങൾക്ക് ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം വലിയൊരു റൂമാണെങ്കിലും ആ റൂമിനകത്ത് കുറച്ച് ബഹളമൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇതിനകത്തുള്ള ഓഡിയോ എന്ന് പറയുന്നത് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഓഡിയോ ആണ്. അതായത് അത്രയും ലൗഡ്നെസ് ലെവൽ കിട്ടുന്നുണ്ട്. പിന്നെ ക്വാളിറ്റിയുടെ കാര്യം പറയാൻ നേരത്ത്, ഇപ്പോൾ സൗണ്ടിൻ്റെ ക്വാളിറ്റിയുടെ കാര്യം പറയുവാണെങ്കിൽ ഇപ്പോൾ വോക്കൽസ് എടുക്കാൻ നേരത്ത് അതിനകത്ത് ചെറിയൊരു പ്രശ്നം എനിക്ക് തോന്നിയായിരുന്നു. വോക്കൽസിൻ്റെ ക്ലാരിറ്റി എന്ന് പറയുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആവാമായിരുന്നു. അപ്പോൾ അതെന്ന് പറയുന്നത് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി ഇപ്പോൾ സൗണ്ടിൻ്റെ കാര്യം നോക്കാൻ നേരത്ത് ബേസ് പോലും അത്യാവശ്യം ബേസൊക്കെ ഉള്ള രീതിയിലാണ് ഈ സ്പീക്കർ സിസ്റ്റം കിട്ടിയിരിക്കുന്നത്. അതായത് എനിക്ക് IQOO 7 ലെജൻഡിൻ്റെ സ്പീക്കർ സിസ്റ്റം എന്നാണ് ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് പ്രോപ്പറായിട്ട് മീഡിയയ്ക്ക് പറ്റിയൊരു ഡിവൈസാണ്. അതും അങ്ങനെ മാത്രമല്ല, വേറെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഗെയിമിങ്ങോ അല്ലെങ്കിൽ പെർഫോമൻസ് ഹെവി ആയിട്ടുള്ള എന്ത് കാര്യങ്ങൾ ചെയ്യാനും ഈ IQOO 7 ലെജൻഡ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. കാരണം ഇതിനകത്ത് ഞാൻ മുമ്പേ പറഞ്ഞാണ്, ഇതിനകത്ത് വന്നേക്കുന്ന പ്രൊസസ്സർ സ്നാപ്ഡ്രാഗൺ 888 ആണ്. പിന്നെ അതിലൂടെ നമുക്ക് റാം നോക്കാൻ നേരത്തെ 8GB 12GB ആണെങ്കിലും നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള റാമാണ് വന്നേക്കുന്നത്. അതായത് സ്റ്റോറേജും UFS 3.1 ആണ്. സ്റ്റോറേജും 128GB അല്ലെങ്കിൽ 256GB ആണ്. അതുകൂടെ സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ OnePlusൻ്റെ ആ ഒരു സ്റ്റൈൽ ഇവിടെ ഉണ്ട്. അതായത് നമുക്ക് എക്സ്പാൻഷൻ സ്ലോട്ട് ഒന്നും കിട്ടുന്നില്ല. പക്ഷേ നമുക്കതൊരു പ്രശ്നമുള്ള കാര്യമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 128GB ആയാലും 256GB ആയാലും അത്യാവശ്യം സ്റ്റോറേജ് ഉള്ള കണക്കാണ്. അത് ഞാനിവിടെ ഈ ഫോൺ ഉപയോഗിച്ച സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമൻസ് നമുക്ക് ഈ സ്പെസിഫിക്കേഷൻ കാണുമ്പോൾ ഊഹിക്കാവുന്നേ ഉള്ളൂ ഏറ്റവും ബെസ്റ്റ് ലെവലിൽ തന്നെ കിട്ടുമെന്ന്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഫോൺ ചൂടാവുന്ന കാര്യവും ഭയങ്കര കൂടുതലല്ലായിരുന്നു. അത് നമുക്ക് സ്നാപ്ഡ്രാഗൺ 888 വരുന്ന മിക്ക ഫോൺസിനകത്തും ഈ ചൂടാവുന്ന ഒരു പ്രശ്നം ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ അങ്ങനത്തെ ഒരു കാര്യത്തിനകത്ത് ഈ IQOO 7 ലെജൻഡ് എന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് ചൂടാവുന്ന ഒരു ഫോണല്ല. നമ്മളിപ്പോൾ ഹെവിയായ ഒരു ടാസ്ക് ഒരുപാട് നേരം ചെയ്താൽ പോലും ഈ ഫോണിനകത്ത് ചൂടാവുന്ന കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുപാട് അങ്ങോട്ട് ചൂടാവുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നില്ലായിരുന്നു. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് IQOO പറയുന്നത് ഇവിടെ ഒരു വേപ്പർ കൂളിംഗ് സിസ്റ്റം ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ അതൊക്കെ എത്ര കറക്റ്റാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എന്നാലും നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു കാര്യം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതായത് ഒരുപാട് ചൂടാവുന്ന ഒരു ഫോണല്ലായിരുന്നു ഈ IQOO 7 ലെജൻഡ് എന്ന് പറയുന്നത്. അത് ഞാൻ ഇവിടെ പറഞ്ഞില്ലായിരുന്നു. ഇവിടെ പെർഫോമൻസിനകത്ത് നമുക്ക് ഇത്ര നല്ലോണം വരുന്നുണ്ട്. പിന്നെ ഈ ചൂടാവുന്ന കാര്യം കൺട്രോളിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്കിതിൻ്റെ പൊതുവെയുള്ള യൂസർ എക്സ്പീരിയൻസ് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് നമുക്ക് ഇവിടുത്തെ സ്കിന്നും കാര്യങ്ങളൊക്കെ നോക്കാൻ നേരത്ത് ഫ്രണ്ട് ടച്ച് ചോയ്സ് ആണ് വന്നേക്കുന്നത്. ആൻഡ്രോയിഡ് 11-നകത്താണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് പ്രോപ്പർ സ്റ്റോക്ക് ആൻഡ്രോയിഡ് കണക്കല്ലെങ്കിലും അത്യാവശ്യം നീറ്റായിട്ടുള്ള ചോയ്സ് തന്നെയാണ്. ഒരുപാട് ബ്ലോട്ട്വെയർ ഒന്നുമില്ല. എന്നാലും നമുക്ക് ഇതിനകത്ത് കുറച്ച് പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സ് ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു ഫോൺ ആദ്യം എടുത്ത സമയത്ത്. പക്ഷേ അതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പിന്നെ വേറെ ശ്രദ്ധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആഡ് എന്ന് പറഞ്ഞ കാര്യം അങ്ങനെ എടുത്ത് കാണിക്കുന്നില്ലായിരുന്നു. അതായത് നമുക്ക് ആഡ്സ് ഒരുപാട് ഉള്ളൊരു ഫോണും അല്ലായിരുന്നു ഈ IQOO 7 ലെജൻഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ യൂസർ എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ എനിക്ക് ഈ പ്രൈസ് പോയിന്റിനകത്ത് ഏറ്റവും നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ IQOO 7 ലെജൻഡിൻ്റെ യൂസർ എക്സ്പീരിയൻസ്. അത് നിങ്ങൾ നല്ലൊരു ഗെയിമിംഗ് ഫോണാണ് നോക്കുന്നതെങ്കിൽ ഈ IQOO 7 ലെജൻഡ് എന്ന് പറയുന്നത് ഈ പ്രൈസ് പോയിന്റ് നല്ലൊരു ഗെയിമിംഗ് ഫോൺ തന്നെയാണ്. അതൊരു ഗെയിമിംഗ് ഫോണിന് സാധാരണ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡിസൈൻ ഒരുപാട് അങ്ങ് വ്യത്യാസമായിരിക്കും. അത് മാത്രമല്ല ഫോണിൻ്റെ കനമൊക്കെ ഒരുപാട് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനത്തെ രീതിയിലൊന്നും പോവാതെ ഒരു സ്റ്റാൻഡേർഡ് ഫോമാറ്റിൽ തന്നെ നല്ല അട്രാക്റ്റീവായ ഡിസൈൻ കിട്ടിയേക്കുന്ന ഒരു ഗെയിമിംഗ് ഓപ്ഷൻ കണക്കുള്ളൊരു ഫോൺ തന്നെയാണ് ഈ IQOO 7 ലെജൻഡ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിനകത്ത് മികച്ച രീതിയിൽ വരുന്ന സമയത്ത് ഒരു സ്ഥലത്ത് പോരായ്മ വരാൻ സാധ്യത എന്ന് പറയുന്നത് ക്യാമറയ്ക്കകത്താണ്. അതായത് നമുക്ക് ഈ ഒരു പ്രൈസ് പോയിന്റ് സാധാരണ ആൻഡ്രോയിഡ് ഫോൺസ് എടുക്കുകയാണെങ്കിൽ ക്യാമറ മോശമായിരിക്കണം. അതും അങ്ങനത്തെ ഒരു പ്രതീക്ഷ തന്നെയാണ് ഞാൻ ഈ IQOO 7 ലെജൻഡ് ടെസ്റ്റ് ചെയ്തത്. പക്ഷേ ഇത് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് പറയാൻ പറ്റുന്നത് ഈ ഫോണിൻ്റെ ക്യാമറ സിസ്റ്റം ഈ ഒരു പ്രൈസ് പോയിന്റ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫീച്ചർ തന്നെയാണ്. അതായത് OnePlus 9-നെക്കാട്ടിയും എനിക്ക് ഇതിൻ്റെ ക്യാമറ സിസ്റ്റമാണ് ഇഷ്ടപ്പെട്ടത്. ഇതിനകത്ത് അനാവശ്യമായിട്ടൊരു ക്യാമറ ഉപയോഗിച്ചിട്ടില്ല. അതായത് നമ്മൾ ബാക്കി നോക്കുകയാണെങ്കിൽ 3 ക്യാമറ വരുന്നത് ഇതിനകത്ത് 3ഉം ഉപയോഗിക്കാൻ പറ്റുന്ന ക്യാമറ തന്നെയാണ്. അതിനകത്ത് മെയിൻ ക്യാമറ എന്ന് പറയുന്നത് ഒരു 48 മെഗാ പിക്സൽ ക്യാമറയാണ്. അതിൻ്റെ ആപ്പച്ചർ f1.79 ആണ്. പിന്നെ നമുക്കൊരു അൾട്രാ വൈഡ് ക്യാമറയുണ്ട്. അതിനൊക്കെ തന്നെ നമുക്കൊരു സൂം ക്യാമറയുണ്ട്. അതായത് നമുക്ക് ടെലിഫോട്ടോ ക്യാമറയുണ്ട്. 2x ടെലിഫോട്ടോ ലെൻസാണ് വന്നേക്കുന്നത്. അതും ഇത് രണ്ടും 13 മെഗാ പിക്സൽ ക്യാമറയാണ്. അതിനകത്ത് വേറെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ എന്ന് പറയുന്നത് നമുക്ക് മാക്രോ ക്യാമറ ആയിട്ട് ഉപയോഗിക്കാനും പറ്റും. അതിവിടെ ഈ 3 ക്യാമറ എടുക്കുന്ന ഫോട്ടോസും നല്ല ലൈറ്റിംഗിൽ എടുക്കുകയാണെങ്കിൽ 3-ൽ വരുന്ന ഔട്ട്പുട്ടും നല്ല രീതിയിൽ തന്നെയാണ് വന്നേക്കുന്നത്. അതായത് നമുക്ക് മെയിൻ ക്യാമറയാണ് ഏറ്റവും ഹൈപ്പായിട്ട് പറയേണ്ട കാര്യം എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്യാമറ. പക്ഷേ ഈ ബാക്കിയുള്ള 2 ക്യാമറയ്ക്കകത്തും ഞാൻ പറയില്ലേ നല്ല ലൈറ്റുള്ള ഒരു കണ്ടീഷനിൽ നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം ഉപയോഗിക്കാൻ പറ്റുന്ന ഫോട്ടോസാണ്. അതായത് നമുക്കിപ്പോൾ ഇൻഡോർ ഷോട്ട് ആയാലോ ഔട്ട്ഡോർ ഷോട്ട് ആയാലോ
ലൈറ്റ് അവൈലബിൾ ആണെങ്കിൽ ഈ 3 ക്യാമറ എടുക്കുന്ന ഫോട്ടോസിനകത്ത് കളേഴ്സൊക്കെ ഷാർപ്പാണ്. അതിനൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ ഫോട്ടോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ മെയിൻ ക്യാമറയ്ക്കകത്ത് നമ്മളിപ്പം നൈറ്റ് മോഡൊക്കെ ഓൺ ചെയ്തിട്ട് എടുക്കാൻ നേരത്ത് ഇപ്പോൾ ഇരുട്ടുള്ളൊരു കണ്ടീഷൻ ആണെങ്കിൽ പോലും ആ നൈറ്റ് മോഡ് ഓൺ ചെയ്തിടുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ബ്രൈറ്റ്നസ് ഒക്കെ കൂടി ആ ഡീറ്റെയിൽസ് ഒക്കെ അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്തുള്ള ഫോട്ടോസാണ് കിട്ടുന്നത്. അതായത് നമുക്ക് എല്ലാ കണ്ടീഷനും ഉപയോഗിക്കാൻ പറ്റുന്ന ക്യാമറയാണ് മെയിൻ ക്യാമറ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, ഇപ്പോൾ ഡൾ ലൈറ്റിംഗ് ആയാൽ പോലും ലൈറ്റ് ഇച്ചിരി ഉണ്ടെങ്കിൽ പോലും ഈ ബാക്കിയുള്ള 2 ക്യാമറ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ ഈ 3 ക്യാമറ എടുക്കുന്ന ഫോട്ടോസും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ വീഡിയോയിലേക്ക് പോകാൻ നേരത്ത് 4K 60 FPS വരെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലും വീഡിയോ റെക്കോർഡിംഗ് ചെയ്ത സമയത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കളേഴ്സ് കുറച്ച് ഡള്ളായിട്ടാണ് വന്നത്. പക്ഷേ സ്റ്റെബിലൈസേഷൻ പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ അതിനകത്ത് തന്നെ ഫോക്കസിങ്ങിനകത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് ഈ ഫോൺ നോക്കാൻ നേരത്ത് നമ്മൾ കോമ്പറ്റീഷനായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ലാത്ത വീഡിയോസാണ്. പക്ഷേ മികച്ചതെന്ന് പറയാൻ പറ്റത്തില്ല. അതായത് കളേഴ്സ് കുറച്ചും കൂടെ ഷാർപ്പായിട്ട് അതിനൊക്കെ കുറച്ചുകൂടെ റിച്ച് ആയിട്ട് വന്നിരുന്നെങ്കിൽ ഈ വീഡിയോ റെക്കോർഡിംഗ് എന്ന് പറയുന്ന കാര്യവും ഈ ഫോണിൽ ഒരു നല്ല ഫീച്ചറായി മാറിയത്. പക്ഷേ അതെന്ന് പറയുന്നത് ഇപ്പം അങ്ങനത്തെ രീതിയിലല്ല. പിന്നെ ഇവിടെ ഫ്രണ്ട് ക്യാമറയിലേക്ക് പോവുകയാണെങ്കിൽ ഫ്രണ്ട് ക്യാമറയിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു കാണും. അതായത് ഈ ക്യാമറയ്ക്ക് ചുറ്റിനും ഒരു സിൽവർ റിംഗ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഡിസ്പ്ലേ പരമായി എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. കാരണം വെച്ചാൽ നമ്മൾ കണ്ടന്റ് കാണുന്ന സമയത്ത് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതും കൂടെ മാറ്റിയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു നല്ല കാര്യമായി മാറിയത്. അതായത് നമ്മൾ ഇങ്ങനത്തെ ഒരു സിൽവർ റിംഗ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ചീപ്പ് ക്വാളിറ്റി ഫോണിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലേക്കാവും. പക്ഷേ ഇവിടുത്തെ ഡിസ്പ്ലേയുടെ കണ്ടന്റ് കാണുമ്പോൾ ഉള്ള ക്വാളിറ്റി എന്ന് പറയുന്നത് ഏറ്റവും മികച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ഡിസ്പ്ലേ ബെസ്റ്റായിട്ട് പറഞ്ഞത്. പക്ഷേ എന്നാൽ ഈ സിൽവർ റിംഗ് നിങ്ങൾ ശ്രദ്ധിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം തന്നെയാണ്. അത് നമ്മൾ ഈ ഫ്രണ്ട് ക്യാമറയിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ ഇതെന്ന് പറയുന്നത് ഒരു 16 മെഗാ പിക്സൽ ക്യാമറയാണ്. ഇതിൻ്റെ ആപ്പച്ചർ f2.0 ആണ്. അത് ഈ ഫ്രണ്ട് ക്യാമറ എടുക്കുന്ന ഫോട്ടോസും ഈ ഒരു പ്രൈസ് പോയിന്റിന് നല്ല ഫോട്ടോസാണ്. അത് നമ്മളിപ്പോൾ ലൈറ്റ് കുറഞ്ഞൊരു കണ്ടീഷൻ, അതായത് നമ്മളൊരു ഇൻഡോർ കണ്ടീഷനിൽ എടുത്താലോ അല്ലെങ്കിൽ ഒരു ഔട്ട്ഡോർ കണ്ടീഷനിൽ എടുത്താലോ നല്ല രീതിയിൽ തന്നെ ഫോട്ടോസ് വരുന്നുണ്ട്. പ്രോസസ്സിംഗ് ചെറുതായിട്ട് മാത്രമേ നടക്കുന്നുള്ളൂ. സ്കിൻ സ്മൂത്തനിങ് എന്ന് പറയുന്നത് ഇൻഡോർ ഷോട്ട്സിനകത്താണ് കാണാൻ പറ്റുന്നത്. ഔട്ട്ഡോർ ഷോട്ട്സിനകത്ത് നല്ല ഡീറ്റെയിൽസും ഷാർപ്നെസ്സും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന വേറെ കാര്യം വീഡിയോ റെക്കോർഡിങ്ങിനകത്തുമാണ്. ഇതേകണക്ക് തന്നെ ഷാർപ്നെസ്സും ഡീറ്റെയിൽസും എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയാണ് ഫ്രണ്ട് ക്യാമറ വീഡിയോ വരുന്നത്. അതായത് ഫ്രണ്ട് ക്യാമറ വീഡിയോ എന്ന് പറയുന്നത് ഈ ഫോണിൻ്റെ നല്ലൊരു ഫീച്ചറായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് ഇവിടുത്തെ ക്യാമറ സിസ്റ്റം മൊത്തത്തിൽ നല്ലൊരെണ്ണമാണ്. അത് നമുക്ക് ബെസ്റ്റായിട്ട് തന്നെ പറയാൻ പറ്റും ഈ ഒരു പ്രൈസ് പോയിന്റിനകത്ത്. ഇപ്പോൾ നമ്മൾ ഐഫോണുമായിട്ട് കമ്പയർ ചെയ്യാൻ നേരത്തെ ഐഫോണിനകത്ത് വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് ഒക്കെ വരുമെങ്കിലും ഇവിടെ ഈ ബാക്കിൽ 3 ഫോക്കൽ ലെങ്ത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അതൊരു വലിയ അട്രാക്റ്റീവ് ഫീച്ചറായിട്ട് വരുന്നുണ്ട്. അത് നമുക്ക് ഈ 3 ക്യാമറയും നല്ലോണം ഉപയോഗിക്കാൻ പറ്റുന്ന ക്യാമറസ് തന്നെയാണ്. അതായത് എനിക്ക് ഈ IQOO 7 ലെജൻഡിൻ്റെ ക്യാമറ സിസ്റ്റം നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ OnePlus 9 കമ്പയർ ചെയ്താൽ പോലും എനിക്ക് അതിനെക്കാട്ടിയും ഇഷ്ടപ്പെട്ട ക്യാമറ സിസ്റ്റമാണ് ഈ IQOO 7 ലെജൻഡ് വന്നേക്കുന്നത്. പിന്നെ ഇവിടെ 5Gയുടെ കാര്യത്തിനകത്ത് ഈ ഫോൺ 5G സപ്പോർട്ടുള്ള ഫോണാണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. അത് 5Gയുടെ കാര്യത്തിനകത്ത് ഈ ഫോണിന് 5 ബാൻഡ് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ OnePlus എന്നൊക്കെയല്ല 1-2 ബാൻഡ് അല്ല 5 ബാൻഡ് തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ബാൻഡ് സപ്പോർട്ട് ഉള്ളതെന്നൊക്കെ പറയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ 5G വരുന്ന സമയത്ത് തന്നെ നമുക്ക് അതുകൊണ്ട് 5G ഉപയോഗിക്കുമ്പോഴത്തേക്കും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ പോകേണ്ട രീതിയിലാണ് ഈ IQOO 7 ലെജൻഡ് വന്നേക്കുന്നത്. പിന്നെ വേറൊരു ശ്രദ്ധിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബാക്കി സെൻസേഴ്സിൻ്റെ കാര്യത്തിനകത്തൊന്നും ഒരു കുഴപ്പവും വരുത്തിയിട്ടില്ല. അതായത് ഇവിടുത്തെ ബ്ലൂടൂത്ത് വേർഷൻ എടുക്കുകയാണെങ്കിൽ 5.2 ആണ്, വൈഫൈ വേർഷൻ വൈഫൈ 6 ആണ്. പിന്നെ നമുക്ക് NFC വരുന്നുണ്ട്, പിന്നെ ഫിംഗർ പ്രിന്റ് സ്കാനറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത് ഫിംഗർ പ്രിന്റ് സ്കാനർ എന്ന് പറയുന്നത് ഇൻ ഡിസ്പ്ലേ സ്കാനറാണ്. അത് കുറച്ച് താന്നിരിക്കുകയാണ്, എന്നാൽ പോലും അതിൻ്റെ ആക്യുറസിയും സ്പീഡ് എന്ന് പറയുന്നത് നല്ലോണം തന്നെ കിട്ടുന്നുണ്ട് തന്നെ എനിക്ക് ഈ സ്കാനർ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ ഫോൺ മൊത്തത്തിൽ നല്ലൊരു പാക്കേജാണ്. ഈ ഒരു പ്രൈസ് പോയിന്റ് എടുക്കാൻ നേരത്ത് ഉറപ്പായിട്ടും എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോൺ ഇറങ്ങിയിട്ട് 2 മാസം കഴിഞ്ഞിട്ട് പോലും ഇത് ഇപ്പോഴും ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. അതായത് നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യത്തിനകത്ത് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അതായത് നമുക്ക് ബാറ്ററി ബാക്കപ്പിനകത്ത് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പെട്ടെന്ന് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണാണ് ഈ IQOO 7 ലെജൻഡ്. അതായത് നമുക്ക് ഇതിനകത്ത് ചില കാര്യങ്ങളൊക്കെ ഒരു കട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ഇതിനകത്ത് വാട്ടർ റെസിസ്റ്റൻസ് ഇല്ലാത്ത കാര്യം അല്ലെങ്കിൽ വയർലെസ് ചാർജിങ് ഇല്ലാത്തതൊക്കെ നമുക്ക് എടുത്ത് പറയാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ക്യാമറയുടെ ചുറ്റും ഇങ്ങനെ സിൽവർ റിംഗ് ഉപയോഗിച്ചതെന്ന് പറയുന്നതും അപ്പോൾ അങ്ങനത്തെയൊക്കെ പോരായ്മകൾ ഈ ഫോണിലുണ്ട്. പക്ഷേ അതെന്ന് പറയുന്നത് നമുക്ക് യൂസർ എക്സ്പീരിയൻസിനെ ഒരുപാട് ബാധിക്കുന്ന ഒരു കാര്യങ്ങളൊന്നും അല്ല. അത് ഇവിടുത്തെ യൂസർ എക്സ്പീരിയൻസിൻ്റെ കാര്യം നോക്കാൻ നേരത്ത് ഈ ഫോൺ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഗെയിമർ ആണെങ്കിൽ അതിന് പറ്റിയൊരു ഓപ്ഷനാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാമറ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ അതിന് നല്ലോണം തന്നെ നിൽക്കുന്ന ഒരു ഫോണാണ്. പിന്നെ നമ്മൾ ഈ ഫോൺ എടുക്കുന്ന മീഡിയ കൺസംഷൻ പരമായ കാര്യത്തിലാണെങ്കിൽ അതിലും നല്ലോണം തന്നെ വന്നിരിക്കുന്ന ഒരു ഫോണാണ് ഈ IQOO 7 ലെജൻഡ്. അതായത് ഞാൻ പറഞ്ഞില്ലേ യൂസർ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഈ ഫോണിനകത്ത് എല്ലാ കാര്യങ്ങളും കിട്ടുന്നത്. ഈ പ്രൈസ് പോയിന്റിന് ഒരു കോമ്പറ്റീഷനൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ നല്ല ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു ഓപ്ഷനാണ് IQOO 7 ലെജൻഡ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അത് കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ പ്രൊമോട്ടും ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.